നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ആഭ്യന്തര വിപണിയിലും റബ്ബറിന് റെക്കോർഡ് വില. RSS 4-ന്റെ സ്പോട്ട് വില കിലോഗ്രാമിന് 269 രൂപ. ആഭ്യന്തര റബ്ബർ വില റെക്കോർഡിലെത്തി. ഇന്നലെ ഓപ്പൺ മാർക്കറ്റിൽ RSS 4-ന്റെ സ്പോട്ട് വില കിലോഗ്രാമിന് 269 രൂപയായി. കിലോഗ്രാമിന് 242 രൂപയുമായി ലാറ്റക്സ് പിന്നാലെയുണ്ട്. കോട്ടയം കൊച്ചി മാർക്കറ്റിൽ RSS 4-ന്റെ വില 268 രൂപയായി ഉയർന്നു. 2011 ഏപ്രിൽ 5-ന് രേഖപ്പെടുത്തിയ 243 രൂപയായിരുന്നു ദീർഘകാലം RSS 4 റബ്ബറിൻ്റെ ഏറ്റവും ഉയർന്ന വില. 2024 ഓഗസ്റ്റിൽ വില 247 രൂപയായിരുന്നു. ആ റെക്കോർഡ് എല്ലാം തിരുത്തിക്കുറിച്ചാണ് ആഭ്യന്തര റബ്ബർ വില 269 രൂപയിലെത്തിയത്. ബാങ്കോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം 300 രൂപ കടന്ന വില 7 രൂപ കുറഞ്ഞു 292 രൂപയിലെത്തി. ബാങ്കോക്ക് വിപണിയിലെ വിലക്കയറ്റം പ്രധാന റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളായ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപ്പാദനക്കുറവ്, പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നത് തുടങ്ങിയ കാരണങ്ങളാണ് വില ഉയർന്നതിന് പിന്നിൽ. വീണ്ടും ഇടിവ്. വെളിച്ചെണ്ണയ്ക്ക് 300 രൂപ കുറഞ്ഞു. ആശ്വാസമായി ഏലം. നാളികേര മേഖല രക്ഷകനെ തേടുന്നു. വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും തുടർച്ചയായ ദിവസങ്ങളിൽ നേരിട്ട വിലയിടിവ് പച്ചത്തേങ്ങയ്ക്ക് ഡിമാൻഡ് കുറച്ചു. കാർഷിക മേഖല കൈവശമുള്ള തേങ്ങ വിറ്റുമാറാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വാങ്ങലുകാരുടെ അഭാവം പല അവസരത്തിലും തിരിച്ചടിയായി. തമിഴ്നാട്ടിൽ പച്ചത്തേങ്ങ കിലോ 36 രൂപ വരെയും താഴ്ന്നു. വൻകിട മില്ലുകാർ കൊപ്രയ്ക്ക് 12,000 രൂപ മാത്രമാണ് ഇന്ന് വാഗ്ദാനം ചെയ്തത് കിൻഡലിന്. എന്നാൽ ഈ വിലയ്ക്കും കാര്യമായ അളവിൽ ചരക്ക് ശേഖരിക്കാൻ അവർ തയ്യാറായില്ല. കൊച്ചിയിൽ കൊപ്രയ്ക്ക് 200 രൂപ ഇടിഞ്ഞ് കിൻഡലിന് 13,000 രൂപയായി. വെളിച്ചെണ്ണയ്ക്ക് 300 രൂപ താഴ്ന്ന് 22,400 രൂപയിലാണ് വ്യാപാരം നടന്നത്. 4 ദിവസത്തിനിടയിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 1,200 രൂപ ഇടിഞ്ഞു. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് വില കൃത്രിമമായി ഇടിച്ചതോടെ ഹൈറേഞ്ചിലെയും മറ്റ് ഭാഗങ്ങളിലെയും കർഷകരും മധ്യവർത്തികളും നാടൻ ചരക്ക് വിൽപ്പനയിൽ നിന്നും പിൻവലിഞ്ഞത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി. ഉത്തരേന്ത്യൻ വ്യവസായികൾക്ക് മുന്നിലുള്ള 4 മാസങ്ങളിൽ ഉയർന്ന അളവിൽ ചരക്ക് ആവശ്യമുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങളിൽ അവർ ഉൽപ്പന്ന വില അമിതമായി ഇടിച്ചതാണ് കാർഷിക മേഖല മുളക് നീക്കം നിയന്ത്രിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് അനുകൂല തരംഗത്തിന് അവസരമൊരുക്കുമെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദകർ. അൺകാർബിൾഡ് കുരുമുളക് വില 695 രൂപയിൽ വ്യാപാരം നടന്നു. നെടുങ്കണ്ടത്ത് നടന്ന ഏലക്ക ലേലത്തിൽ 500,000 കിലോയ്ക്ക് മുകളിൽ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. ഉത്തരേന്ത്യൻ വ്യവസായികളും കയറ്റുമതിക്കാരും ചരക്ക് സംഭരണ രംഗത്ത് നിറഞ്ഞു നിന്നതിനാൽ വിൽപ്പനയ്ക്ക് എത്തിയ ഏലക്കയിൽ ഭൂരിഭാഗവും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,508 രൂപയിലും മികച്ച ഇനങ്ങൾ 3,174 രൂപയിലും കൈമാറി. മൊത്തം 51,480 കിലോ ഏലക്ക